ഹലോ ഗായ്സ്, എൻ്റെ അനുഭവം ഒന്നും കൂടിയുണ്ട് പറഞ്ഞോട്ടാ. കുറേ ആയില്ലേ ഞാൻ പറയാത്ത. നിങ്ങൾക്ക് മടുക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിയതാണ്. പറഞ്ഞാ തീരാത്തത്ര ഉണ്ട് പറയുന്നത്. ഞാൻ എല്ലാ മക്കളായിട്ട് ബന്ധപ്പെട്ട എൻ്റെ മക്കളല്ലേ എൻ്റെ ലോകം. ഭർത്താവും മക്കളുമാണ് എൻ്റെ ലോകം. അവരെ പറ്റിയിട്ട് എനിക്ക് പറയാനില്ലു. എനിക്കിതെന്താ ക്ഷീണം വന്നിട്ട് നല്ല എന്റെ കഥ പറയുമ്പോ നല്ല ആസ്വദിച്ചിട്ടിരിക്കുക. എന്റെ കഥ പറയുമ്പോ നല്ല ആസ്വദിച്ചിട്ടിരിക്കണ്ടേ. മോന് പനി, എപ്പോഴും മോന് പനി. കഷ്ടകാലം വരുമ്പോ എപ്പോഴും മക്കൾക്കെല്ലാം അസുഖം തന്നെ ഉണ്ടായത്. അപ്പോൾ ഞാനെന്താക്കിയറിയാ, ഇന്നും ബസ്സിൽ അന്നും ബസ്സിൽ വേഗം ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെ വീട്. അപ്പൊ വേഗം മോനെയും കൊണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് നമ്മൾക്കന്ന് പനി വന്നേ. കയ്യും പിടിച്ചിട്ട് പായുമ്പോ ഒരു ബസ് വന്നിട്ട് നിന്നു. ബസ് വന്നിട്ട് നിൽക്കുമ്പോൾ മോനെന്താക്കി, ഓൻ കുറച്ചൊരു സ്പീഡല്ലേ, അവന് ഭയങ്കര സ്പീഡാന്നല്ലായിരുന്നു. പാഞ്ഞു പോയിട്ട് ബസ്സിൽ കയറി. എന്നാൽ ഞാനിങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ അടുത്തന്നെ ഉണ്ട്, അവർ നിർത്തണ്ടേ. ചെറിയൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ബസ് നിർത്താതെ പോയി, എന്നെ കയറ്റാതെ പോയി. കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നേരത്തെ പോലെ ടാക്സി ഒന്നുമില്ല, ഓട്ടോ ഇല്ല. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കിൽ തന്നെ പാഞ്ഞിട്ട് എത്തട്ടി ഇല്ല. 2ാമത്തെ ബസ് വരാൻ കുറച്ച് താമസിച്ചു. അതിൻ്റെ ബാക്കിൽ നിന്ന് വരണ്ടേ. ഇപ്പോഴത്തെ പോലെ കുറേ ബസ്സൊന്നും ഇല്ലല്ലോ. ഒരു അരമണിക്കൂറെല്ലാം വിട്ടിട്ടാണ് വരുന്നത്. കാഞ്ഞങ്ങാട് പോകുന്നത്. ഇന്നത്തെ പോലെ മൊബൈലുണ്ടോ? ആരോട് വിളിച്ചിട്ട് പറയും? എനിക്ക് തോന്നി എൻ്റെ മോനെ കട്ടുകൊണ്ടുപോയി നാരോ, അല്ലെങ്കിൽ പേടി. കാരണം അങ്ങനെയല്ലേ എൻ്റെ ജീവിതം. ഞാനില്ലെങ്കിൽ അവരില്ല, അവരില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെയായിരുന്നു ഇവിടം വരെ എത്തിയത്. ഒടുക്ക ഞാൻ ബസ്സിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചോണ്ട് ഞാൻ പോന്നു. പ്രാർത്ഥിച്ചോണ്ട് പോകുമ്പോഴേക്ക് ഒരു മാവുംകാല് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ ഉണ്ടല്ലേ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴേക്കില്ലേ ഒരു ബസ് ടയർ പൊട്ടിയിട്ട് അവിടെ എല്ലാവരും ഇറങ്ങി നിന്നിന്. ഞാൻ നോക്കുമ്പോഴേക്ക് ഞാൻ കയറിയ ബസ് അത്, എൻ്റെ മോൻ കയറിയ ബസ്. എനിക്കിങ്ങനെ അതും വെപ്രാളായി. പക്ഷെ ഒന്നുമില്ല, ബസ് ഇങ്ങനെ സൈഡിൽ ടയർ പൊട്ടിയല്ലേ, ആക്സിഡന്റ് ആയതല്ല എന്തോ. എൻ്റെ പ്രാർത്ഥന അതും വലിച്ചു. കാരണം എന്താ അറിയാം, അല്ലെങ്കിൽ എൻ്റെ മോന്. അപ്പം ഞാനതെപ്പോഴും ഇന്നും കൂടി അത് ഓർക്കുന്നത്, എൻ്റെ മോനില്ലത് കൊണ്ടായിരിക്കും ആ ബസ്സിന് ആക്സിഡന്റ് ആകാനിനി. ടയർ മാത്രം പൊട്ടിട്ട് നേരെ നിന്നിന് മോൻ നിന്നിട്ടുണ്ട്. ഇങ്ങനെ അതിലെല്ലാം കൂടിയിട്ട് വന്നത്. പിന്നെ ഇതെല്ലാം എങ്ങനെ നിങ്ങളോട് പറയാതിരിക്കുന്നത്? ഇതെല്ലാം ഞാൻ ആരോട് പറയണ്ടേ? ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സ് കുറേ നല്ല നിങ്ങളെ പോലത്തെയോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിനി. എന്നാലും ഇപ്പം ആദ്യം വീണ്ടും കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, സമാധാനം.